അങ്ങനെ ഒരു പ്രേമം പൂ പോലെ വിടരാൻ പോവുകയാണ്. വിടരാന്ന് പറഞ്ഞാല് എന്നോടുണ്ടോന്ന് അറിയില്ലല്ലോ. കേട്ടെടുത്തോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ? എടാ അരപ്പൊട്ട, അവള് നിന്റെ തലമണ്ടക്കെട്ടല്ലേ അടിച്ചത്. ആ ഒരു സിമ്പതി അവൾക്ക് നിന്നോടുണ്ടാകും. അതെന്താ സാധനം? എന്റെ ചോറ്റാനിക്കരമ്മേ, എടാ സിമ്പതി എന്ന് പറഞ്ഞാൽ അത് ഒരു അലിവാണ്, മനസ്സിലായ? പിന്നെ നീ ഒരു നാടകം കളിച്ച് പൊളിഞ്ഞപ്പോ അവള് ദേഷ്യപ്പെട്ടില്ലല്ലോ, ചിരിക്കല്ലേ ചെയ്തത്? അത് നല്ല ലക്ഷണമാണ്. എടാ, ഈ സാമുദ്രിക ലക്ഷണ പ്രകാരം പെണ്ണെന്ന് പറഞ്ഞാൽ ഉടുരാജമുഖി, മൃഗരാജഗടി, ഗജ എന്ത് പണ്ടാറില്ലാവട്ടെ, അങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട് ഈ പെണ്ണുങ്ങൾക്ക്. ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നീ അവക്കൊരു കത്ത് കൊടുക്കണം. നിന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിന്റെ അളവ് കത്തിലൂടെ അറിയിക്കാൻ പറ്റുമോ? അങ്ങനൊക്കെ ചോദിച്ചാല് കൊടുത്തിട്ട് വാങ്ങിയില്ലെങ്കിലോ? ഈ പോസ്റ്റ്മാൻ കത്ത് കൊടുക്കുന്നതിനെ കൊടുക്കാനല്ല പറഞ്ഞത്, അതിനൊക്കെ ഒരു തഞ്ചം വേണം. ആരുമില്ലാത്ത സന്ദർഭം നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ മറച്ചു പിടിച്ച കത്തുതാ ഇങ്ങനെ പുഷ്പം പോലെ ഒതുക്കി പിടിച്ച് അനുരാഗപൂർവം അവളെ ഒന്ന് നോക്കി കത്തൊന്ന് ചലിപ്പിക്കുക. ദാ ഇങ്ങനെ. അപ്പൊ തന്നെ പെണ്ണുങ്ങൾക്ക് സൂക്കേട് മനസ്സിലാവും. അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ് വിടരുന്നതെങ്കിൽ ധൈര്യമായിട്ട് കത്ത് കൊടുക്കുക. പന്തിയുടെ തോന്നിയാല് പിന്നെ അവിടെ നിൽക്കരുത്. കൊടുത്തു അപ്പൊ പിന്നെ മറുപടി എങ്ങനെയാവും? നല്ല കൈക്ക് ബലമുള്ള ആംഗലമാരുണ്ടെങ്കിൽ ഓട്ടാനാ മറുപടി കിട്ടും. കൊടുക്കടോ, പിന്നല്ലേ മറുപടി. എന്നാലൊരു പേടി. ഇങ്ങനെ പേടിച്ചൂരി നടന്നാലൊന്നും പ്രേമിക്കാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം, ഈ പ്രേമിക്കാൻ നടക്കുന്ന കാമൂൻ എന്നൊക്കെ പറഞ്ഞാല് സുന്ദരനായിരിക്കണം, എന്നെ പോലെ. ഈ നാറി പുളിച്ചതൊക്കെ മാറ്റി നന്നായി മേക്കപ്പ് ചെയ്ത് നല്ല ചെത്ത് സ്റ്റൈലിൽ നടക്കണം. എന്നാലേ ഈ പെണ്ണുങ്ങൾ വലയിൽ വീഴുള്ളൂ. അതൊക്കെ ഞാൻ ചെത്തിക്കോളാം. അവൾക്കുള്ള കത്ത് കൊടുക്കാൻ എന്താ വഴി? ഒറ്റപ്പാലം പട്ടാമ്പി വഴി. എടാ ആദ്യം നീ എഴുത്. നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളത്തെ കഴിഞ്ഞാല് എനിക്കൊരു ദിവസത്തെ പണിയുണ്ട് അവിടെ. നീ എഴുതുന്ന പോലെ ഒരു കത്ത് എഴുതി ഞാൻ അവൾക്ക് കൊടുക്കാം. അത് കൊള്ളാം. ഞാൻ തന്നാന്ന് പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, എന്താ പെണ്ണിന്റെ പേര്? പേര് അതറിയില്ല. പിന്നെ എന്തുട്ട് പ്രേമോടോ? കത്ത് എഴുതുമ്പോ പേര് വെച്ച് തുടങ്ങണ്ടേ? അല്ലാതെ പറ്റും. പ്രിയമുള്ളത്, അല്ലെങ്കിൽ എന്റെ പ്രാണേശ്വരിക്ക്, അങ്ങനെയൊക്കെ തുടങ്ങാം. എത്ര കത്തെഴുതിയ കൈയാണ് ഇതെന്ന് അറിയോ? അല്ല ഇത് അറിയോ? ബാക്കി ഞാൻ വൈകിട്ട് പറയാം. നീ ഇതെവിടേക്കാ? അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പരിക്കിനിടാണ്ട്. ഇവൻ ഈ കത്തൊക്കെ എഴുതി സംഗതി കൊള്ളാക്കോ? ഈ പണ്ടരക്കൊക്കെ പറ്റിച്ചൂലോ പണി. ഓളെ പറ്റിക്ക. എന്തത്ര പെട്ടെന്ന് പോന്ന്? അവര് കുളിക്കടവിലേക്കല്ല. ആര്? ആരെങ്കിലും ആവട്ടെ, നീ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കത്ത് കൊടുത്ത അവളെ നിന്റെ വലയിൽ വീഴ്ത്തുന്ന കാര്യം ഈ ശങ്കരി ഏറ്റു. ഇത് സത്യം. എന്താ ഇത്? കാക്ക തൂറിയതാ. എന്നാൽ അത് പറയണ്ടേ? കാക്ക തൂറുമ്പോ നേരത്തെ പറയാറുണ്ടാ? ഞാനത് ഏത് കുളത്തിക്കൊണ്ട് കഴുകും? എന്തോന്നാടാ ഇത്? പണിയെടുക്കുമ്പോഴും ഇതിങ്ങനെ ചുണ്ടത്തിരിഞ്ഞോളോ നിർബന്ധം അല്ലേ? ചുണ്ടത്തിരിക്കണം നിങ്ങൾ നോക്കണ്ട. ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിന്റെ ചുമര് ഞാൻ ശരിയാക്കില്ലേ. ഇപ്പൊ അല്ലറ ചില്ലറ. അപ്പൊ ഇതിന് ധൈര്യമായിട്ട് കക്കൂസിന് അകത്ത് കയറി ഇരിക്കാല്ലോ. ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നേ. അപ്പൊ നീ ആളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ? ഗോവിന്ദേട്ടാ, അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം. പിന്നെയാണ് ഗോവിന്ദന്റെ കക്കൂസ്. ഉദാഹരണത്തിന് മതി നിന്റെ നാവടക്ക്, എന്നിട്ട് പണിയെടുക്ക്. ഞാൻ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ ഗോവിന്ദനല്ലേ വന്ന് വാചകടിച്ചത്? ഞാൻ നിർത്തി. ഞാനും നിർത്തി. എന്ത് പണിയാ? പണിയല്ല, വാചകടി. മീനാക്ഷി, എന്തോ? നിന്നെ അല്ലടാ, എനിക്ക് തോന്നി. മീനാക്ഷി, എന്താ അമ്മേ? നീ ആ വട്ടച്ചെമ്മീൻ എടുത്തേ, പുറത്തെ തൊഴുത്തിലിരിപ്പുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. കൊടുക്കാൻ പറ്റിയ സമയം. അമ്മമ്മ ഇത് ചെമ്പ്. നീ അവിടെ എന്ത് നോക്കിക്കാ? എന്ത് നടുവന്ന് നിർത്തിയതാ? നടുകൊണ്ടാ നിന്റെ പണിയല്ലേ? എങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്കുക? പെണ്ണ് കണ്ടതുമില്ലല്ലോ. പുലിവാലായോ? എന്താ ചങ്കര? ഇത്തിരി കഞ്ഞോളം വേണമായിരുന്നു കുടിക്കാനാ. അയ്യോ, ഇത് മുഴുവൻ പശുവിന് വേണ്ടി ഒഴിച്ചൂലോ.
നിനക്ക് ചായ മതിയോ? അല്ല ഈ സമയത്ത് ഞാൻ കഞ്ഞുള്ള കുടിക്കാറേ. ഈ വയറിന്റെ കാളിച്ച മാറാ അതാ നല്ലത്. ഇനി ഇപ്പൊ ഈ അരി തളക്കട്ടെ. ആ നീ എന്താടാ കഞ്ഞിവെള്ളത്തിൽ മുങ്ങി തപ്പുന്നേ? അതെ, ഞാൻ ഈ കഞ്ഞിവെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു ഇതുണ്ടായിരുന്നു. ബില്ല് പുല്ലോ? പുല്ലല്ല, ബില്ല്. അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി, അത് തപ്പി എടുക്കായിരുന്നു. എന്തിന്റെ ബില്ല്? അത് ഈ ബില്ലില്ല, അതിന്റെ ബില്ല, എനിക്ക് വേണ്ടപ്പെട്ട ബില്ല. ആണോ? എന്നാലേ നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ ഒന്ന് വേണ്ട, ഞാൻ തപ്പിக்கலாம். ഏതായാലും എന്റെ കൈ നിറഞ്ഞു, ഇനി ഗോവിന്ദന്റെ കൈ ഇതാണോ ബില്ലെന്ന് ചോദിച്ചു നോക്കും മുത്തശ്ശ. അതന്നെ ഇത്രയും വലിയ ബില്ല് എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഇവിടെ ഇത്രയും വലിയ ബില്ലോ? ജീവന്റെ ജീവനായ പ്രാണേശ്വരിക്ക് നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീകേവിലോ? ശ്രീകോവിലെന്നാ ഉദ്ദേശിച്ചത്. ആരെ? എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ. ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി. കാലപ്പാനിലെ പാട്ട് വൃത്തികെട്ടവൻ. പ്രായമായ ഒരു പെൺകുട്ടിയോടെ നിൽക്കുന്നുമില്ലേ, അത് മുഴുവൻ വായിച്ചനെ. മുളകത്തു ഇതാർക്ക് കൊടുക്കാൻ എഴുതിയാടാ? ഈ ഏരിയയിലേക്കല്ല, ഇത് ടൗണിലെ തയ്യക്കടല ഒരു പെണ്ണിന്. മിണ്ടരുത്, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാതാണെന്ന് എനിക്കറിയാം. അയ്യോ ഗോവിന്ദേട്ടാ, ഇവിടെ മതി പോയി പണിയെടുക്കടാ. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതിയതാ ഇത് കൊളാവുന്നു. അമ്മാതിരി തൂറലല്ലേ തൂറിയത്. എവിടെ പോയതാ? അതല്ലേ, കുറച്ച് പ്രസാദം. ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ അല്ലേ? ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ട് ഒരാള് താടിയൊക്കെ വെച്ചിട്ട്. അവൻ വല്ലതും തന്നോ? എന്ത്? ഒരു സാധനം കൊടുത്തയച്ചിരുന്നു. ആ കത്ത് അത് പിന്നെ ഞാൻ കൊടുത്തയച്ചതാ. അല്ല, ഇഷ്ടല്ലെങ്കിൽ എന്തിഷ്ടം? എന്താ നിന്റെ മനസ്സിലെ വിചാരം? എനിക്കിതൊന്നും ഇഷ്ടമല്ല. വൃത്തികെട്ട സ്വഭാവം. ഇനി മേലിൽ എന്നോട് സംസാരിക്കരുത്. ഒരു കാമുകൻ. അതൊന്നും സാരില്ലടാ, നീ സമാധാനിക്കൂ. അവൾ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാരില്ലെന്നേ. ആദ്യത്തെ ഈ മൂക്കിയിറ്റലും ചവിട്ടലും കുത്തുമൊക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ. പെണ്ണല്ലേ, എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി, നമ്മളൊന്ന് മയത്തിൽ നിന്നാ മതി. പയ്യെ തിന്നാ പനയും തിന്നാ. എന്തിനാ പന തിന്നണ? പനി മാറാൻ. എടാ, ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ. നീയേ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക. വല്ലതും പറഞ്ഞാലോ? എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി വന്നിരിക്കുന്നത്? ഇതിൽ കൂടി കേട്ട് ഇതിൽ കൂടി കളയാൻ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാൻ. ഓ എടാ, അതല്ല പറഞ്ഞത്. നീ ചെന്ന് അവളെ ഒന്നുകൂടി കാണാൻ. വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും?
1800. നേരെ നോക്കി നടക്കണോ? ഈ പഴം എന്താ വില? മഴ ഇവിടെ അല്ല, ആ കടയില. ഓ, പഴഞ്ചെരിപ്പാ. എന്താ ഇത്? എന്ത് വേണ്ടത്? ആ, ഒരു പഴം, ആ, ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ, ഇത്ര നീളം. സുലൈമാനെ, രാഘവന് ചായ കൊടുത്തേ. ആ, അതാ അടുക്കണ്. മധുരം ഇട്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് ഷുഗർ ആന്ന് ഞമ്മക്കറിയൂലേ? അല്ല, നിങ്ങളെ മുതലാളി ഇതാ വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടൂ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ, നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. അയ്യോ പാവം, ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുട്ടേക്കാ പോക്കരെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക, ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ, വെറുതെ വെച്ചെടുക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂലൻ. പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനിട്ടെറി. ഞാൻ മേലായി തന്നെ, മനസ്സിലായോ? നിന്റെ പടച്ചോനെ, അനക്ക് ഇത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലായി. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായെന്ന് പറ വേല. ഇതാ പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? ശരി. മാലതി, രാഗിണി ചേച്ചി, ഏതാ പുതിയ രണ്ടെണ്ണം? മൂത്രമൊഴിക്കാനും മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ലെ തട്ടി വീഴണ്ട. നിങ്ങൾക്ക് ചുമയുണ്ടോ? നിന്നെ ചുമക്കണുണ്ട്. എന്റെ അമ്മേ, അരക്കം വേലായതിനല്ല വരുന്നത്. കാല് സ്ലിപ്പാകല്ലേ ഈശ്വര. ആ പലിശക്കാരും കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തപ്പുട്ടിയല്ല, ഇവിടെ. ഈ വഴിക്കാന്നോ? അവരിതുവഴിയാ വരുന്നത്. എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ? പലിശ ചോദിച്ചാൽ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? പൊന്തക്കാട്ടിൽ ഒളിക്കാൻ. ഈ ലാക്കിനുള്ള ഷാപ്പിലും കയറി 4 കാലം വീട്ടിലെത്തിയ കോലെല്ലാം ഒടിക്കും ഞാൻ. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ. മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായുധന്റെ രോമം പിഴാൻ പറ്റില്ല. വേലാതം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ഇരിക്കുക. അവൻ ആശുപത്രിയിൽ നിന്ന് വരട്ടെ. എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയില്. ഇത് മഴ പെയ്യണോ? ഇല്ലല്ലോ.
ഒരു ഉപ്പ് രസം. എന്തായാലും മരപ്പട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യമൊക്കെ പിന്നെ എന്താ വേല ഇതാ, വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? ഹേയ്, തൂറിയതൊന്നുമല്ല, പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാൻ. എന്നെ ഭയങ്കര പേടിയാ. നീ പോടാ. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. ആ, മോളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണം, അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. ആ, മേളിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കെന്നറിയില്ല. മഹാ തിരുമാലിയാ. ആ, വാടോ. അല്ല, ഇവിടെ വല്ലാത്തൊരു വാട. ആ, വേലാതിന് വയറിളകി കാണും. ആ, വാ. അവന് നല്ല കാലം തന്നെയാണ് രമേശ. അല്ലെങ്കിൽ പിന്നെ 10-50 അടി ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിൽ ഒത്താവിട് പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ? രാഘവൻ പിച്ച് പെയ്യും പറയണ. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യും? അതിന് കോമളെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കുളത്തിലല്ലല്ലോ. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ. അല്ല, എങ്ങോട്ടാ രാഘവട്ടെ ഈ കൊലയും നോക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ആ, ഞാൻ വിചാരിച്ചു കോമളയുടെ വീട്ടിലേക്കായി. നീ വാടാ, ചെല്ലടാ. പഴം പോയി കുള്ള, വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊളി വല്ലേ വല്ലേ. നിന്റെ കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഉണ്ടെങ്കിൽ ഒരു 100 റുപ്യ താടാ. 100 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശേനെ. കണ്ടില്ലേ, ഒക്കെ മങ്ങി തുടങ്ങി. സമയം എത്രയായിട്ടുണ്ട്? ഒരു 8-8 ആയിട്ടുണ്ടോ? അയ്യോ, കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജവലി ലീവിന് വന്നിട്ടുണ്ട്. ഇതെന്താ രമേശ, കഴുത്തിലൊരു കുടുക്ക്? വീണതാ, സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി. നീ ആരെ ഈ നോക്കണത്? ഒന്നുമില്ല. ആ കുട്ടി എവിടെ അമ്മയുടെ? ഏത് കുട്ടി? അല്ല, നിങ്ങളുടെ മീനാക്ഷി. ആ, അവൾ ഇന്നലെ പോയി. അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞിട്ട് പോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത്? ഏതച്ഛനെന്നോ? അവൾക്കൊരച്ഛനേ ഉള്ളൂ, ആ കള്ളുടിയ മാധവൻ. നീ കണ്ടിട്ടുണ്ടാവൂലോ. ഞാനോ? ആ, അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത്. ആര് പറഞ്ഞു? ആ, എനിക്കറിയാം. ഞാൻ പോവാ. രമേശ് അവിടെ നിൽക്ക്. നീ നല്ല കുട്ടിയാ. നല്ല കുട്ടികൾ നല്ല ശീലത്തിൽ വളരണം. ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത്. നീ എന്ത് വർത്താനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. റിസ്ക് അല്ല, ബന്ന്. എടാ, അങ്ങനെ അവിടെ പോയാൽ തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല, നോട്ടാ നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണ്. എടാ, എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് 2 ആൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞ് വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്, അതില്ലാതാക്കല്ലേ രമേശ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാടാ. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? ആ. അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷം.